എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ജൂൺ 20-ാം തീയതി വരെയാണ് ഇരു അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതിനുശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളും നിങ്ങളുടെ പേരൻറ്റും സിഗ്നേച്ചർ ഇട്ട ശേഷം, അതായത് ഒപ്പിട്ട ശേഷം നിങ്ങൾക്ക് അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ നിലവിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്, അപ്പോൾ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുകയും അത് പ്രിൻസിപ്പാൾ വെരിഫൈ ചെയ്യുന്നതോടുകൂടി മാത്രമാണ് വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൺഫേം ആവുക. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് കോഴ്സിൽ ഏത് സ്കൂളുകളിലേക്കാണ് മാറേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഹയർ സെക്കൻഡറി പോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതുപോലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി എന്നിവ ഉള്ളതാണെങ്കിൽ അത് ബയോളജി സയൻസ് ആണ്. അതല്ല ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് വെറും സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് +2-ന് ശേഷം, അതായത് നിങ്ങൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾക്ക് അഡീഷണൽ മാത്സ് പഠിക്കാനുള്ള, അതായത് അഡീഷണൽ ആയിട്ട് കണക്ക് കൂടി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സാധാരണ +2-ൽ ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു സെയിം എലിജിബിലിറ്റിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ എൻട്രൻസ്, നീറ്റ് ഇതുപോലുള്ള പരീക്ഷയൊക്കെ എഴുതാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള ആ ഒരു സബ്ജക്റ്റുകൾക്ക് വേക്കൻസി ഉള്ള ആ ഒരു സീറ്റുകൾ വേണമെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആ ഒരു കോമ്പിനേഷനുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അത് സയൻസ് ആണ്. അതിൽ എഞ്ചിനീയറിംഗിന് മാത്രമേ പോകാനായിട്ട് നിങ്ങൾക്ക് +2-ന് ശേഷം പറ്റുള്ളൂ. ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഇനി അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഓപ്ഷൻ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു തവണ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകി സബ്മിറ്റ് ചെയ്ത്, അതായത് ഫൈനലായിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനോ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകുക. ഇത് VHSE ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് VHSEയിൽ നിന്നും VHSEയിലേക്ക് മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ. HSEയിലേക്ക് നിങ്ങൾക്ക് മാറുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. കാരണം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫറിൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ വെബ് പേജിൽ ലഭ്യമാവുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഇനി എങ്ങനെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന കാര്യം പറയാം. അപ്പോൾ അതിനുമുമ്പായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ഓപ്ഷൻ വെക്കാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സാണ് കിട്ടിയത്, ഇനി നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ തന്നെ വേറൊരു കോഴ്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാം. അതായത് ഈ ഒരു ആദ്യം അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാം. ഇനിയിപ്പോൾ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ VHSE സ്കൂളിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ആ ഒരു മറ്റൊരു സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാം. മറ്റൊരു ജില്ലയിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് നിങ്ങൾ ആ ഒരു മറ്റൊരു ജില്ലയിലെ സ്കൂൾ ഓപ്ഷനായിട്ട് കൊടുക്കുന്നു, അതിനുശേഷം ആ ഒരു ജില്ലയിലെ സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു ജില്ലയിലേക്ക് കൊടുക്കാനായിട്ട്. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ പോകാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ A എന്നൊരു സ്കൂളിലാണ് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ B എന്നൊരു സ്കൂൾ ചിലപ്പോൾ മറ്റൊരു ജില്ലയിലെ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സോ ആണെന്ന് നോക്കി വിചാരിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ചു, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് പോവേണ്ടത് നിർബന്ധമായിരിക്കും. ഇവിടുത്തെ സീറ്റ് അവിടെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സും തന്നെയാണ് വെച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യുക. അതിനുശേഷം മാത്രമേ ഫൈനലായിട്ട് നിങ്ങൾ കൺഫർമേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളാണ്, ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ വെച്ച ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പോൾ 2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്കൂൾ തന്നെയല്ലേ, അതുപോലെ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെയല്ലേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം അഥവാ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അത് വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ആദ്യം കിട്ടിയ സീറ്റ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ട്
ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയൊരു സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട സ്കൂളോ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകളോ മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവൂ. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം. എന്നാൽ നിങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സുകളിലേക്ക് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇപ്പോൾ മറ്റൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൽ തന്നെ പല കോഴ്സ് ഉണ്ടാകും. അപ്പോൾ അതിലേക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷനുകൾ വെക്കാം. സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ വേണ്ട ഏതെങ്കിലും ഒരു കോഴ്സിൽ വെക്കുന്നു, അതിനുശേഷം ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് വെക്കുന്നു, പിന്നീട് ആ ഒരു സ്കൂളിൽ തന്നെ വേറെ കോഴ്സ് വേണമെങ്കിൽ ആ ഒരു കോഴ്സ് വെക്കുന്നു, അതിനുശേഷം മറ്റൊരു സ്കൂളിലേക്ക് വേണമെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് വെക്കുന്നു, അതുപോലെ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്കാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വെക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതിനുശേഷം മാത്രം നിങ്ങൾ കൺഫർമേഷൻ ചെയ്യുക. കൺഫർമേഷൻ ചെയ്യുന്ന മുമ്പായിട്ട് ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ മാറും എന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ തന്നെയല്ലേ കൊടുത്തതെന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യാവൂ. ഇനി എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് വീണ്ടും ആ ഒരു പേജ് നിങ്ങൾക്ക് ലോഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലെ വേക്കൻസിയാണ് അറിയേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും അപേക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ സ്കൂളുകളിലേക്കും വെക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ബയോളജി സയൻസ് ഉള്ള അതായത് ഫിസിക്സ് കെമിസ്ട്രി ആ ഒരു ബയോളജിയുള്ള സബ്ജക്റ്റ് ആ ഒരു കോഴ്സ് ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കി ഏതൊക്കെ കോഴ്സുകളാണ് അത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനുശേഷം എനിക്ക് ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണോ വേണ്ടത് അതിന് കൃത്യമായിട്ട് എനിക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെ സ്കൂളിലാണ് വേക്കൻസി ഉള്ളത്, ആ സ്കൂളിൽ എനിക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സൗകര്യമുള്ളതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാൻ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അതുപോലെ സ്കൂളിൻ്റെ പേര് എഴുതി വെക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് ഏതാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ എനിക്ക് വേണ്ട എല്ലാവിധ സ്കൂളുകളുടെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തി. എനിക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് കൂടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ല സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ എനിക്ക് കുറേ സ്കൂൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ എനിക്ക് താല്പര്യമുള്ള സ്കൂളുകൾ അത് നിങ്ങൾക്ക് ഇവിടെ ഒരു വെള്ള കളറിലായിട്ടും അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു ഗ്രേ കളറിലായിട്ടും നിങ്ങൾക്ക് ഗ്രേ അല്ല ഒരു ഡാർക്ക് ഏകദേശം ആ ഒരു കളറിലായിട്ടും നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു സ്കൂളിലേത് ഒരു കളറിലും മറ്റേ സ്കൂളിലേത് വേറൊരു കളറിലായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഓരോ സ്കൂളിലെ വേക്കൻസി കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു കോഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്കാണെങ്കിൽ ഞാനപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ പേര് അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലുള്ള വേക്കൻസിയുള്ള ആ ഒരു കോഴ്സിൻ്റെ പേര് എന്നിവ കൃത്യമായിട്ട് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു സ്കൂൾ കൂടി വേണമെങ്കിൽ അതുകൂടി ഞാൻ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് വേണ്ട കോഴ്സുകളുടെയും അതുപോലെ സ്കൂളിൻ്റെയും ആ ഒരു പ്രയോറിറ്റി ബേസിൽ അത് എവിടെയാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടേണ്ടത് ആ ഒരു രീതിയിൽ ഞാൻ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത് നേരെ ഈ ഒരു പേജിലേക്ക് വീണ്ടും തിരിച്ചു വരിക. അതിനുശേഷം ഇവിടെ ക്യാൻഡിൽ ലോഗിൻ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. നിങ്ങൾ VHSCയിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. ഇംഗ്ലീഷ് അക്ഷരം ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെയുള്ള ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആവും. അതിനുശേഷം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് ഇതാണ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം നേരത്തെ പറഞ്ഞതുപോലെ കാണാം. അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആവുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളത് റിന്യൂ ചെയ്താൽ മതി. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വീണ്ടും പുതിയ ആ ഒരു നമ്പേഴ്സ് അല്ല പുതിയ ഇംഗ്ലീഷ് അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു OTP നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ 2 പേജ് ബോക്സ് കാണാം. അവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യുക അല്ലെങ്കിൽ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പുതിയ പാസ്വേഡ് നിങ്ങൾ സേവ് ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് വീണ്ടും വരിക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആയിട്ടുള്ള അതായത് യൂസർ നമ്പർ ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ ആ ഒരു സമയത്ത് എന്താണോ സ്ക്രീനിൽ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കാണുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ചേഞ്ച് ആക്കി വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നോ അങ്ങനെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഓപ്ഷനുകൾ നൽകാനുള്ള പേജ് കാണാൻ പറ്റും. അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഇതുണ്ടാവും.
അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യുന്നത് ഓപ്ഷൻ നമ്പർ എത്രാമതാണ് ഓട്ടോമാറ്റിക്കലി അവിടെ ലാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഓരോ ഓപ്ഷൻ കൊടുക്കുന്നതിനനുസരിച്ചും 1 by 1 ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ ഏതാണോ വേണ്ടത് അത് കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് നേരത്തെ നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആഡ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അത് ആഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് താഴെ പേജിൽ ലിസ്റ്റഡ് ആയിട്ട് വരും. സീരിയൽ നമ്പർ, അതുപോലെ സ്കൂൾ, അതുപോലെ കോമ്പിനേഷൻ, അതുപോലെ തന്നെ ഇവിടെ ഡിലീറ്റ്, അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ നൽകിയ ശേഷം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും സ്ഥാനമോ മറ്റോ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നൽകിയ ശേഷം നിങ്ങൾക്ക് ഇനി യാതൊരു വിധത്തിലുള്ള ഓപ്ഷനും പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടതില്ല എങ്കിൽ കൺഫേം ചെയ്യാം. ഇനി ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നാമതായിട്ട് ഓപ്ഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ ആ ഒരു ലാസ്റ്റ് എന്ന് മാറ്റി ഫസ്റ്റ് ആക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന് ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് അതിൽ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും നൽകിയെന്ന് ഉറപ്പുവരുത്തുക. വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നേരെയുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷനുകളും നൽകി, അതായത് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അതായത് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ഏത് സ്കൂളിലേക്കും ഏത് ജില്ലയിലെ സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം. അതുപോലെ ഏത് കോഴ്സിലേക്കും നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഇപ്പോൾ അഡ്മിഷൻ നേടിയ സ്കൂളിലേക്ക് ആയിരുന്നാലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം നിങ്ങൾക്ക് ഇനി യാതൊരു വിധത്തിലുള്ള എഡിറ്റും ചെയ്യേണ്ടതില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും. അത് കൺഫർമേഷൻ ചെയ്യുന്ന മുമ്പായിട്ടുള്ള ഡിക്ലറേഷൻ ബട്ടണാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് യാതൊരു കാരണവശാലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് കൊടുക്കുക. അതിൽ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത ശേഷം അതിൽ നിങ്ങളും നിങ്ങളുടെ പേരൻറ്റും സിഗ്നേച്ചർ ഇടണം. അതിൽ ഒപ്പിടണം. അതിൽ കൃത്യമായിട്ട് എവിടെയാണ് ഒപ്പിടേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ അത് നോക്കി വെരിഫൈ ചെയ്യും. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നതോടുകൂടിയാണ് വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു ട്രാൻസ്ഫറിന് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്കൂളിൽ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ അപേക്ഷയുടെ ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിനുശേഷം ഏകദേശം 20-ാം തീയതിക്ക് ശേഷം ഏകദേശം ഒരു 21-22-ാം തീയതിക്ക് ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും പാസ്വേഡും അതുപോലെ ഇവിടെയുള്ള ഇംഗ്ലീഷ് സെക്ഷൻ അതും എന്താണ് കാണുന്നത് അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടി, സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്കൂൾ എ എന്ന സ്കൂളിലായിരുന്നു, പിന്നീട് നിങ്ങൾ ബി എന്ന ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് ട്രാൻസ്ഫർ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക, ഇവിടുത്തെ സീറ്റ് പോകും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കിട്ടിയില്ല ആ ഒരു സീറ്റിൽ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലോട്ട്മെൻറ്റ് ലെറ്ററാണ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ചിലപ്പോൾ സെയിം സ്കൂളിൽ തന്നെയാണെങ്കിൽ എക്സ്ട്രാ ഫീസ് വല്ലതുമുണ്ടെങ്കിൽ അടച്ചാൽ മതി. ഇനിയിപ്പോൾ മറ്റൊരു സ്കൂളിലോ മറ്റൊരു ജില്ലയിലെ സ്കൂളിലോ ആണെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതുതായിട്ട് കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചു, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാത്ത സാഹചര്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് ആദ്യം എവിടെയാണോ അഡ്മിഷൻ ഉള്ളത് അവിടെ തന്നെയായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ, എനിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ഓപ്ഷൻ വെച്ച സമയത്ത് ഇവിടേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ സീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഓപ്ഷനുകൾ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജൂൺ 20-ാം തീയതി വൈകുന്നേരം വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.